Hi students, welcome to Beauty of Maths. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള യൂണിവേഴ്സിറ്റി FYUGP 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ മൈനർ പേപ്പേഴ്സിൻ്റെ ചില കാര്യങ്ങളാണ്. ഏതൊക്കെ മൈനർ പേപ്പേഴ്സാണ് ഞങ്ങൾക്കുള്ളത്. അതിൽ പ്രധാനപ്പെട്ടൊരു മൈനർ പേപ്പറായ മെട്രിസസ് ആൻഡ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ സിലബസ് ഇൻട്രൊഡക്ഷൻ കൂടിയാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന ഫസ്റ്റ് സെമസ്റ്ററിൽ ഏകദേശം 10ഓളം മൈനർ പേപ്പേഴ്സുണ്ട്. അതിൽ പൊതുവേ സാധാരണ കോളേജുകളിൽ അതിൽ കോളേജുകാർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 2 എണ്ണം സെലക്ട് ചെയ്യുക, അത് കുട്ടികളുടെ മുന്നിൽ വെക്കുക, അതിൽ നിന്നും കുട്ടികൾ ഏതെങ്കിലും ഒരു മൈനർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് സാധാരണ കണ്ടുവരുന്നത്. അങ്ങനെ തന്നെയാണ് ഏകദേശം എല്ലാ കോളേജുകളിലും എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ 2 മൈനർ നമുക്ക് ഒരാൾക്ക് ചൂസ് ചെയ്യാം. അതിൽ മാത്തമാറ്റിക്സ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ 2 മൈനറും മാത്തമാറ്റിക്സ് ചൂസ് ചെയ്തിട്ടുണ്ട്. ചൂസ് ചെയ്ത കുട്ടികളൊക്കെ നമുക്കിപ്പോൾ അഡ്മിഷൻ എടുത്ത കുട്ടികളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ട് അങ്ങനെയും ചൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അന്നേരം മൈനേഴ്സ് വരുന്ന പ്രധാനപ്പെട്ട പേപ്പേഴ്സുകളെന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആൻഡ് ലീനിയർ ഓൾജിബ്ര ഒരു പേപ്പർ, പിന്നെ വരുന്നത് ഡിഫറൻസിയേഷൻ സീക്വൻസസ് ആൻഡ് സീരീസ്, തേർഡ് വൺ ഡിഫറൻസിയേഷൻ ആൻഡ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, ഫോർത്ത് വൺ ഡിഫറൻസിയേഷൻ ആൻഡ് തിയറി ഓഫ് നമ്പേഴ്സ്, ഫിഫ്ത്ത് വൺ ഡിഫറൻസിയേഷൻ ആൻഡ് കോംപ്ലക്സ് നമ്പേഴ്സ്, സിക്സ്ത് വൺ നമ്പർ തിയറി ആൻഡ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, സെവൻത് വൺ റിലേഷൻസ് ഫങ്ഷൻസ് ആൻഡ് നമ്പർ തിയറി, എയ്ത്ത് വൺ ഡിഫറൻഷ്യൽ കാൽക്കുലസ്, നയൻത് വൺ മാത്തമാറ്റിക്സ് ഫോർ സോഷ്യൽ സയൻസ് 1 ആൻഡ് ലാസ്റ്റ് വൺ മെട്രിസസ് ആൻഡ് ലീനിയർ ഇക്വേഷൻസ്. ഇങ്ങനെ ഏകദേശം 10ഓളം പേപ്പേഴ്സാണ് മൈനറായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാത്തമാറ്റിക്സ് ഓഫർ ചെയ്യുന്ന പ്രധാനപ്പെട്ട 10 മൈനർ പേപ്പറുകളാണ്. ഓക്കെ, ഇതിലേതെങ്കിലുമൊക്കെ പല കോളേജുകളിലും പല മൈനറായിരിക്കും. ഓക്കെ, അതുകൊണ്ട് പല വിദ്യാർത്ഥികളും മുമ്പത്തെ പോലെ അല്ല 4 ഇയർ ഡിഗ്രി ആകുമ്പോഴത്തേക്ക് അവരവർക്ക് ഇഷ്ടമുള്ള മൈനർ ചൂസ് ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അന്നേരം മാത്തമാറ്റിക്സ് മൈനർ ചൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരിൽ ഏറ്റവും ലാസ്റ്റ് ഞാൻ പറഞ്ഞ മെട്രിസസ് ആൻഡ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളായിരിക്കും ഞാൻ ഇനി അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ സിലബസ് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളതാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ 10ഓളം പേപ്പറുകളിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു പേപ്പർ ഒന്നാണ് മെട്രിസസ് ആൻഡ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. കൂടുതലും ലീനിയർ ഇക്വേഷൻ മെട്രിസസ് അതിൻ്റെ മെജോറിറ്റി അതിനകത്ത് മെട്രിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ടോപ്പിക്കുകൾ വരുന്നത്. മെട്രിക്സ് നിങ്ങൾ ഓൾറെഡി +1 പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നതുകൊണ്ട് തന്നെ അത്ര ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതാണ് ഈ ഒരു പേപ്പറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കൂടുതൽ ആധികാരികമായിട്ടൊന്നും പറയുന്നില്ല, അതൊക്കെ ബാക്കി പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതിനകത്തുള്ള കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. അന്നേരം നമ്മളുടെ സെമസ്റ്റർ 1 മാത്തമാറ്റിക്സ് മൈനർ സബ്ജക്റ്റിൻ്റെ നെയിം അല്ലെങ്കിൽ കോഴ്സ് ടൈറ്റിൽ എന്ന് പറയുന്നത് മെട്രിസസ് ആൻഡ് ലീനിയർ ഇക്വേഷൻസ് എന്നാണ്. അതിൻ്റെ കോഴ്സ് കോഡ് ഇതാണ്. കോഴ്സ് കോഡ് നമ്മൾ ഈ സബ്ജക്റ്റ് പഠിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ടെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ടെക്സ്റ്റാണ്. എലമെൻ്ററി ലീനിയർ ഓൾജിബ്ര 11th എഡിഷൻ, ജോൺ വൈലി ആൻഡ് സൺസ് പബ്ലിക്കേഷനാണ്. അതിൻ്റെ ഓതർ എന്ന് പറയുന്നത് ഹൊവാർഡ് ആൻറ്റൺ ആൻഡ് ക്രിസ് റോസ്. ഇവരുടെ ടെക്സ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടൻറ്റുകൾ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അതിൽ പ്രധാനമായിട്ടും നമുക്ക് 4 മൊഡ്യൂളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ മൊഡ്യൂൾ 1 സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആൻഡ് മെട്രിസസ്, ഇതാണ് മൊഡ്യൂൾ 1ൻ്റെ പേര്. അതിനകത്ത് വരുന്ന കണ്ടൻറ്റുകളെന്ന് പറയുന്നത് ടെക്സ്റ്റിനകത്ത് ചാപ്റ്റർ 1 സെക്ഷൻസ് 1.1, 1.2, 1.3, 1.4 ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. അതിൽ 1.1 എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു സിസ്റ്റംസ് ഓഫ് ലീനിയർ ഇക്വേഷൻസ്. 1.2 അതിനകത്ത് വരുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പം അതിനകത്ത് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളുടെ പിന്നെ മനസ്സിലാവില്ല. അതുകൊണ്ട് അത് പഠിപ്പിക്കുമ്പോൾ അത് മനസ്സിലായിക്കോളും. 1.2 എന്ന് പറയുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് 1.2 ഗോസിയൻ എലിമിനേഷൻ. ഏകദേശം ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വലിയ മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഗോസിയൻ എലിമിനേഷൻ എന്ന് പറയുന്നത്. നന്നായിട്ട് സ്ട്രെസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. തേർഡ് 1.3 എന്ന് പറയുന്നത് മെട്രിസസ് ആൻഡ് മെട്രിക്സ് ഓപ്പറേഷൻസ്. ഓൾറെഡി നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. മെട്രിക്സും അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഓപ്പറേഷൻ, അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ.
1.4 എന്ന് പറയുന്നത് ഇൻവേഴ്സസ് ഓൾജിബ്രൈക് പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിസസ്. അവിടെയും മെട്രിക്സിൻ്റെ കുറച്ച് എക്സ്ട്രാ ഓൾജിബ്രൈക് പ്രോപ്പർട്ടീസും അതിനെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ലാസ്റ്റ് വരുന്നത്. ഇത്തരം കാര്യങ്ങൾ ചേരുന്നതാണ് ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത്. ഇനി സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇതേ ടെക്സ്റ്റിൽ തന്നെ ഇതേ ചാപ്റ്റർ 1ൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ബാക്കിയുള്ള സെക്ഷൻസാണ്. ഓക്കെ, മൊഡ്യൂളിൻ്റെ പേര് ഫർദർ പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിസസ് എന്നാണ്. അതിനകത്ത് വരുന്ന കണ്ടൻറ്റുകൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ടെക്സ്റ്റിലെ ചാപ്റ്റർ 1ലെ ബാക്കി പോർഷൻ 1.5 ടെക്സ്റ്റിലെ കണ്ടൻറ്റ് ഇങ്ങനെയാണ്: എലമെൻ്ററി മെട്രിസസ് ആൻഡ് എ മെത്തേഡ് ഫോർ ഫൈൻഡിങ് എ ഇൻവേഴ്സ്. മെട്രിസസ്, എലമെൻ്ററി മെട്രിസസ് എന്താണെന്നും പിന്നെ അതിൽ നിന്ന് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന മെത്തേഡ്. ഓക്കെ, ഇനി അടുത്ത 1.6 വരുന്ന മോർ ഓൺ ലീനിയർ സിസ്റ്റംസ് ആൻഡ് ഇൻവേർട്ടിബിൾ മെട്രിസസ്. 1.7 എന്ന് പറയുന്ന ഡയഗണൽ ട്രയാങ്കുലർ ആൻഡ് സിമ്മട്രിക് മെട്രിസസ്. പ്രത്യേക ടൈപ്പ് ചില മെട്രിസസുകൾ പുതുതായിട്ട് ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതും പഠിക്കാത്തതുമായിട്ടുള്ള വ്യത്യസ്തമായ മെട്രിസസുകളൊക്കെ കാണും. അതിൻ്റെ കുറച്ച് പുതിയ കാര്യങ്ങൾ കൂടിയാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി 1.8 വരുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ലീനിയർ സിസ്റ്റംസ് ആണ്. അതിൻ്റെ ലീനിയർ സിസ്റ്റംസ് എന്ന് പറയുന്ന സെക്ഷനാണ് നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നതാണ് ഈ 1.8 എന്ന് പറയുന്ന സെക്ഷൻ. ഇതാണ് മൊഡ്യൂൾ 2 വരുന്ന കണ്ടൻറ്റുകൾ. ഇനി മൊഡ്യൂൾ 3 ഓൾറെഡി നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ് ഡിറ്റർമിനൻസും അതിലും മെജോറിറ്റി കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പുതുമയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് അതിനകത്ത് വരുന്നത് ഈ 3 സെക്ഷൻസ് മാത്രമാണ് വരുന്നത്: 2.1, 2.2, 2.3. ചാപ്റ്റർ 2ലെ ഈ 3 സെക്ഷനുകൾ. ചാപ്റ്റർ 2ൽ ആ 3 സെക്ഷൻ ആകെ ഉള്ളൂ. ആ ചാപ്റ്റർ 2, ആ ടെക്സ്റ്റിൽ ചാപ്റ്റർ 2 കംപ്ലീറ്റ് ഉണ്ട്. അതാണ് മൊഡ്യൂൾ 3. 2.1 എന്ന് പറയുന്നത് ഡിറ്റർമിനൻസ് ബൈ കോഫാക്ടർ എക്സ്പാൻഷൻ. കോഫാക്ടർ എക്സ്പാൻഡ് ചെയ്ത് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്ന രീതി ഓൾറെഡി +2 പഠിച്ചിട്ടുള്ളതാണ്. 2.2 ഇവാലുവേറ്റിംഗ് ഡിറ്റർമിനൻസ് ബൈ റോ റിഡക്ഷൻ ഉപയോഗിച്ച് ഡിറ്റർമിനൻസ് കണ്ടുപിടിക്കുന്ന മെത്തേഡ്. അത് നിങ്ങൾ +2 പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇനി തേർഡ് 2.3 എന്ന് പറയുന്ന ലാസ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ആൻഡ് ക്രാമേഴ്സ് റൂൾ. പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസും നിങ്ങൾ +2 പഠിച്ചിട്ടുള്ളതാണ്. അത് ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യുന്ന പഠിച്ചിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന ക്രാമേഴ്സ് റൂൾ മാത്രമാണ് പലരും പഠിച്ചിട്ടില്ലാത്തത്. അതേ ഉള്ളു പുതുമയുള്ള കാര്യം എന്ന് പറയാൻ. ബാക്കി ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. ഓക്കെ, എന്നിരുന്നാലും ഇതിനകത്ത് ഇതിൻ്റെ ഈ പറയുന്ന ഹെഡിങ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിനുള്ളിൽ കുറേ കാര്യങ്ങളുണ്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പുതുതായിട്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുകൂടിയൊക്കെ ഇതിനകത്ത് വരും. ഓക്കെ, നമ്മൾ ഹെഡിങ് വായിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇനിയൊന്നും പഠിക്കേണ്ട, +2 ടെക്സ്റ്റ് വെച്ച് പഠിച്ചുകൊണ്ട് പോയാൽ മതി എന്ന ധാരണ വേണ്ട. നമ്മൾ ഇപ്പം പഠിക്കാനുള്ള ടെക്സ്റ്റുകൾ വെച്ച് തന്നെ പഠിക്കണം. അതിനകത്ത് കണ്ടൻറ്റുകൾ, ഹെഡിങ്ങുകൾ നമുക്ക് ഫെമിലിയർ ആണെങ്കിലും അതിനുള്ളിലോട്ട് പല കാര്യങ്ങളും പുതുതായിട്ട് അറിയേണ്ടതായിട്ട് വരും. ഓക്കെ, അത് നമ്മൾ അറിയണം. കാര്യം നമ്മൾ ഡിഗ്രിയാണ്, അന്നേരം കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ഡീപ്പായിട്ടായിരിക്കും ഓരോ ടേമുകളെ പറ്റിയും പഠിക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് 4th മൊഡ്യൂൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ടോപ്പിക്കൊന്നും അല്ല. അതും ഈ ഹെഡിങ് കേൾക്കുമ്പോഴത്തേക്ക് യൂക്ലിഡിയൻ വെക്ടർ സ്പേസ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഒരു പരിചയക്കുറവ് പോലെ തോന്നാം. എന്നിരുന്നാലും അതിനകത്തും കുറേ കാര്യങ്ങൾ മെജോറിറ്റി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അതിൽ യൂക്ലിഡിയൻ വെക്ടർ സ്പേസ് എന്ന് പറയുന്ന മൊഡ്യൂൾ 4ൽ കണ്ടൻറ്റ് വരുന്നത് നമ്മൾ പറഞ്ഞ ടെക്സ്റ്റിലെ ചാപ്റ്റർ 3 ആണ് കണ്ടൻറ്റായിട്ട് വരുന്നത്. ആ 3 എന്ന് പറയുന്ന ചാപ്റ്റർ ആ ടെക്സ്റ്റിലെ കംപ്ലീറ്റ് ഉണ്ട്. 3.1 തൊട്ട് 3.5 വരെ. 3.1 എന്ന് പറയുന്നത് വെക്ടേഴ്സ് ഇൻ 2 സ്പേസ്, 3 സ്പേസ് ആൻഡ് n സ്പേസ്. 2 സ്പേസിലെ വെക്ടർ, 3 സ്പേസിലെ വെക്ടർ അതെന്താണെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ n സ്പേസ്, അതായിരിക്കും നിങ്ങൾ പുതുതായിട്ട് അറിയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് 3.2 എന്ന് പറയുന്നത് നോം എന്താണെന്നുള്ളത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ആ വേർഡിനകത്ത് കൺഫ്യൂഷൻ ഒന്നും വരേണ്ട, അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. നോം അവന് ഡോട്ട് പ്രോഡക്റ്റ് ആൻഡ് ഡിസ്റ്റൻസ് ഇൻ Rn. ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ അറിയാമല്ല, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ അറിയാമല്ല, ഇതൊക്കെ തന്നെയാണ് വരുന്നത്. 3.3 ഓർത്തോഗണാലിറ്റി. അതും ഓൾറെഡി നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്, പുതുമയുള്ള കാര്യങ്ങളുമുണ്ട്. 3.4 എന്ന് പറയുന്നത് ജോമെട്രി ഓഫ് ലീനിയർ സിസ്റ്റംസ്. ലീനിയർ സിസ്റ്റത്തിൻ്റെ ജോമെട്രിയെ പറ്റിയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിലും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. എന്നിരുന്നാലും പുതുമയുള്ള കാര്യങ്ങൾ അതിനകത്ത് കാണും. ഇനി 3.5 ലാസ്റ്റ് വൺ ക്രോസ് പ്രോഡക്റ്റ്. അതും ഓൾറെഡി നിങ്ങൾ +2 പഠിച്ചിട്ടുള്ളതാണ്. അന്നേരം ഇത്തരം ടോപ്പിക്കുകളാണ് 4 മൊഡ്യൂളിലായിട്ട് നിങ്ങൾക്കുള്ളത്. ഇതിൽ ഓൾമോസ്റ്റ് ഒരു 50% കാര്യങ്ങളും നിങ്ങൾ ഇതിൻ്റെ ബേസിക് മിക്കുള്ളവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും. പിന്നെ ഓരോ കണ്ടൻറ്റിനകത്തും ഡിഗ്രി ലെവലാകുമ്പോഴത്തേക്ക് അതിനകത്ത് പുതുമയുള്ള കുറച്ച് കാര്യങ്ങൾ കയറി വരും. അത്തരത്തിലുള്ള കാര്യങ്ങളൂടി മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ പേപ്പറിൽ നമുക്ക് പ്രധാനമായിട്ടും
പഠിച്ചെടുക്കാനുള്ളത്. ഓക്കെ, ബാക്കി ഏകദേശം നിങ്ങൾക്ക് അറിയാവുന്ന ഇതിൻ്റെ പ്രിലിംസ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അതുകൊണ്ട് +2 അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ച് വന്നവർക്ക് മാത്രം എടുക്കാൻ പറ്റിയൊരു പേപ്പറൊന്നുമല്ല. അത്യാവശ്യം എബോവ് ആവറേജോ അല്ലെങ്കിൽ ബിലോ ആവറേജ് മെട്രിസസിനെ പറ്റിയൊക്കെ അത്യാവശ്യം അറിയാവുന്ന കുട്ടികൾക്ക് സുഖമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ്. നല്ലതുപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു പേപ്പറാണ്. അതുകൊണ്ട് നന്നായിട്ട് നിങ്ങൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ ഇതിൻ്റെ ടോപ്പിക്കുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ പ്രധാനപ്പെട്ട പേപ്പറുകളുടെ ഓൾമോസ്റ്റ് 10 പേപ്പർ മൈനർ പേപ്പർ വരുന്നുണ്ട്. അതുപോലെ തന്നെ മേജർ പേപ്പർ ഒരെണ്ണം ഫൗണ്ടേഷൻസ് ഓഫ് മാത്തമാറ്റിക്സ്. ഇതിൻ്റെ ഇത്രയും ഓൺലൈൻ ക്ലാസ് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് നേരത്തെ ജോയിൻ ചെയ്ത് അഡ്മിഷൻ എടുത്ത് പഠിച്ചു തുടങ്ങുന്നതാണ്. ഓക്കെ, അന്നേരം തൽക്കാലം ഇത്രയും നിൽക്കട്ടെ. സിലബസ് ഏകദേശം ഒരു ഐഡിയ കിട്ടിയാലോ എന്താണെന്നുള്ളത്. അന്നേരം അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ, താങ്ക് യു.